ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേൽക്കുമ്പോൾ ലക്ഷ്യമിടുന്നത് 2029 പുതിയ മാറ്റങ്ങളോടെയാണ് നിതിൻ നബീൻ പുതിയ ചുമതല ഏറ്റെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുക എന്ന വലിയ ദൗത്യമാണ് നിതിൻ നബീന് മുന്നിലുള്ളത്. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതും അദ്ദേഹത്തിന്റെ പ്രധാന കടമയാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണത്തുടർച്ച നേടുമെന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ബിജെപി 90-ൽ 54 സീറ്റുകൾ നേടി ഭരണം പിടിച്ചെടുത്തു. ഇതിന് പിന്നിൽ നിതിൻ നബീന്റെ തന്ത്രങ്ങളായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ റോഡ് ഷോ ഉൾക്കൊള്ളിച്ചത് ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നിർദ്ദേശപ്രകാരം. ബിജെപിയുടെ 12ാമത് ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ കേരളം ലക്ഷ്യമാക്കിയുള്ള നീക്കത്തിന് കരുക്കൾ നീക്കുന്നത്. ബീഹാറിന് പുറത്ത് പരിചിതനോ ക്രൗഡ് പുള്ളറോ അല്ലെങ്കിലും തന്ത്രങ്ങൾ മെനയുന്നതിൽ ഈ 45-കാരന്റെ കഴിവ് തിരിച്ചറിഞ്ഞാണ് നിർണായക സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. പ്രധാന യോഗത്തിൽ പ്രസംഗിച്ചാൽ മാത്രം പോരാ, റോഡ് ഷോയും വേണമെന്ന് നിതിൻ നബീൻ നിർദ്ദേശിച്ചു. ഇതേ തുടർന്നാണ് നേരത്തെ അജണ്ടയിലില്ലാത്ത റോഡ് ഷോ കൂടി ഉൾപ്പെടുത്തി മോദി തിരുവനന്തപുരത്ത് എത്തുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടത്തെ വേദിയിൽ എത്തുന്നതിന് മുമ്പായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ മേയർ വി രാജേഷിന് നൽകി പ്രകാശനം ചെയ്യുന്നതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പ്രധാനമന്ത്രി തുടക്കമിടും. തെക്കൻ ജില്ലകളിൽ നിന്ന് 25,000 പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കും. വികസനം, സുരക്ഷ, വിശ്വാസ സംരക്ഷണം എന്നതാണ് മുദ്രാവാക്യം. പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതിയാണ് നിതിൻ നബീൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ നയിക്കാനെത്തുന്നത്. ബിജെപി നൽകുന്ന സന്ദേശം വ്യക്തം. പാരമ്പര്യം, പ്രായം, വ്യക്തിപ്രഭാവവുമല്ല, പ്രവർത്തന മികവാണ് അംഗീകാരങ്ങൾക്കുള്ള മാനദണ്ഡം. ഒപ്പം പാർട്ടിയിൽ 2ാം തലമുറ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവും. 2023 ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ ബീഹാറുകാരന്റെ സംഘടനാ പാടവം ശ്രദ്ധിക്കപ്പെട്ടത്. ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിൽ ഭരണത്തുടർച്ച പ്രതീക്ഷിച്ച കോൺഗ്രസിനെ മലർത്തിയടിച്ചത് ബിജെപിയുടെ ഇൻചാർജായിരുന്ന നിതിൻ നബീന്റെ തന്ത്രങ്ങളായിരുന്നു. 1.5 വർഷത്തോളം സംസ്ഥാനത്ത് താമസിച്ച് പ്രവർത്തിച്ചു. മുതിർന്ന നേതാക്കളെയും താഴേത്തട്ടിലുള്ള പ്രവർത്തകരെയും ഒരുപോലെ ഏകോപിപ്പിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇൻചാർജിൽ നിന്ന് ഇൻചാർജായി പ്രമോഷൻ. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ 1980 മെയ് 23 നിതിൻ നബീൻ ജനിക്കുന്നത്. ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനാണ് നിതിൻ നബീൻ. 6 വർഷം പാർട്ടിയെ നയിച്ച JP നഡ്ഡയ്ക്ക് പകരക്കാരനായി ബീഹാറിൽ നിന്നുള്ള ഈ 45-കാരനെ ബിജെപി ചുമതലയേൽപ്പിക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. മുന്നിലുള്ള വെല്ലുവിളികളും ഏറെയാണ്. ബീഹാറിന് പുറത്ത് പരിചിതനല്ല അദ്ദേഹം. യുവജന സംഘടനയായ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം 5 തവണ MLA ആയും നിതീഷ് കുമാർ മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം, നിയമം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം മികച്ചൊരു ഭരണാധികാരി കൂടിയാണെന്ന് തെളിയിച്ചു. ബീഹാർ നിയമസഭാ അംഗവും മുതിർന്ന BJP നേതാവുമായിരുന്ന നബീൻ കിഷോർ പ്രസാദ് സിൻഹയാണ് അച്ഛൻ. അമ്മ മീര സിൻഹ പട്നയിലെ സെന്റ് മൈക്കിൾ ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയാക്കി. ഡൽഹിയിലെ CSKM പബ്ലിക് സ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റും. ദീപമാല ശ്രീവാസ്തവയാണ് ഭാര്യ. ഒരു മകനും ഒരു മകളുമുണ്ട്. BJP അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന നിതിൻ നബീനെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളി ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇനി അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് എങ്ങനെയെന്ന് കൂടി നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെ ദേശീയ പ്രസിഡന്റിനെ പൂർണ്ണമായും ഒരു ആന്തരിക സംഘടനാ പ്രക്രിയയിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിലൊരു പങ്കുമില്ല. ഒരു അസോസിയേഷനോ സമൂഹമോ അതിന്റെ ഭാരവാഹികളെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നതുപോലെ തെരഞ്ഞെടുപ്പും പാർട്ടിയുടെ സ്വകാര്യ കാര്യമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നാണ് BJP സ്വയം വിശേഷിപ്പിക്കുന്നതെങ്കിലും 18 കോടി അംഗത്വമുള്ള BJPയുടെ സാധാരണ പ്രവർത്തകരും അനുയായികളും ദേശീയ പ്രസിഡന്റിന് നേരിട്ട് വോട്ട് ചെയ്യുന്നില്ല. പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായി BJP കണക്കാക്കുന്ന പാർട്ടിയുടെ സംഘടനാ ഘടനയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി പുതിയ അധ്യക്ഷന്റെ വരവോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും യുവതലമുറയെ അറിയുന്ന നബീന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാകുമെന്ന് ഉറപ്പാണ്.